അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായ ഒരു ശത്രുരാജ്യത്തിന്റെ ടോർപിഡോ കപ്പൽ മുക്കലെന്നാണ് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തിന്റെ അവകാശവാദം. ഭാഷ്യത്തോളം പോകുന്ന അങ്കിൾ സാം കോൺഫറൻസ് ആണെങ്കിലും ആ പറഞ്ഞത് പക്ഷേ വ്യാജമാണ്, കള്ളമാണ്. ഈ രാജ്യത്തിന് നമുക്കുണ്ട് മരണമില്ലാത്ത ഓർമ്മകളിൽ ഒരു കടൽ നിറയെ സങ്കടം, ഒരു നാവിക വേദന. 71-ലാണ് ഇന്ത്യ പാക് യുദ്ധകാലം കൊടുമ്പിരി കൊണ്ട നാളുകളിൽ ആ ശത്രുരാജ്യത്തിന്റെ രാക്കാല വഞ്ചന, ഇന്ത്യൻ നേവിയുടെ പ്രൈഡ് INS കുക്രി 3 ടോർപിഡോകളിൽ ആഴത്തിലേക്ക് ഉറപ്പിക്കുമ്പോഴും അമരത്തൊരു കരുത്തൻ, അടിമത്തമറിയാത്തവൻ, പേര് ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ല. ബാക്കിയുണ്ടായിരുന്ന അവസാനത്തെ ജീവൻ രക്ഷാ ജാക്കറ്റ് ഒരു യുവസൈനികൻ ഊരി നൽകി മരിക്കുന്നെങ്കിൽ അത് രാജ്യത്തിനൊപ്പം എന്ന പ്രഖ്യാപനത്തിൽ അവസാനമായി ആ ക്യാപ്റ്റൻ സീറ്റിൽ ഭ്രാണഭയത്തിൽ തരിമ്പൊന്നു പേടിക്കാതെ യാനത്തിനൊപ്പം കടലാഴത്തിലേക്ക് പോയൊരു ധീരസൈനികൻ ഇപ്പോഴും അറബിക്കടലിന്റെ മരണമില്ലാത്ത വല്ലാത്തൊരു ധൈര്യത്തിന്റെ ഓർമ്മ. വർഷങ്ങൾക്കിപ്പുറം ഒരു രാജ്യസ്നേഹിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ. സല്യൂട്ട് ക്യാപ്റ്റൻ. ദാമൻ ദ്വീപിന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് INS കുക്രി മുങ്ങിയതെങ്കിൽ ശ്രീലങ്കൻ തീരത്തിന് 40 നോട്ടിക്കൽ മൈൽ അകലെ മറ്റൊരു കപ്പൽ മുക്കിയ ടോർപിഡോ IRIS ദേന, ഇറാനിയൻ പടക്കപ്പൽ. ഈ രാജ്യത്തിന്റെ ക്ഷണം ഹൃദയത്തിൽ സ്വീകരിച്ചെത്തിയ 18 സൗഹൃദ രാജ്യങ്ങളുടെ പടക്കപ്പലുകൾ ഒന്നാണ്. ഫ്ലീറ്റ് റിവ്യൂവിലടക്കം സിറ്റി പരേഡ് പൂർത്തിയാക്കി രാഷ്ട്രപതിക്ക് അഭിവാദ്യം നൽകി ഈ നാടിന്റെ സല്യൂട്ട് ഏറ്റുവാങ്ങിപ്പോയവരാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗസ്റ്റായി വന്നവർ. നമ്മുടെ മടക്കയാത്രയിൽ ആ വീടിന്റെ പിന്നാമ്പുറത്ത് അമേരിക്കൻ ആക്രമണത്തിൽ 87 പേർക്ക് ജലസമാധിയെങ്കിലും തെറ്റ് എന്നീ രാജ്യം എന്തുകൊണ്ട് കമാന്തലക്ഷം മിണ്ടുന്നില്ലെന്ന് ചോദിക്കലാണ് പ്രതിപക്ഷം. അതിൽ രാഷ്ട്രീയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാഷ്ട്രീയമില്ലാത്തൊരു പ്രതികരണം കണ്ടു. മൊസാദിന്റെ ഏതോ മുന്നുദ്യോഗസ്ഥനാണ് അരി ബൻ മനാഷെ. 13 മാത്രം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോട് അങ്ങേയറ്റം ക്രൂരതയിൽ പരമാവധി പീഡിപ്പിച്ച പീഡോഫൈൽ ടേപ്പുകൾ വെച്ച് ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് ട്രംപിനോട് ഇസ്രായേൽ ബ്ലാക്ക്മെയിലിംഗ് എന്നാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഒരു രാഷ്ട്രീയക്കാരൻ I24 TV അവതാരകൻ ഷാരോൺ ഗാൾ പറയുന്നുണ്ട്, ഇസ്രായേൽ ഇന്ത്യയെ അങ്ങ് എടുത്തെന്നും ആയുധ നിർമ്മാണത്തിന് 140 കോടി ഇന്ത്യക്കാർ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നുവെന്നാണ് നാളിയ വർത്താനം. ഏതെങ്കിലും ആയുധ കരാർ ബലത്തിൽ അടിമരാജ്യമാക്കിയെന്നാണ് ധാരണയെങ്കിൽ ഒന്നുകൂടെ മൂക്കണം മോനെ ഷാരോണെ. ഇത് ഗാന്ധിയുടെ രാജ്യം, ഇന്ത്യയൊക്കെ ആചാര്യൻ സർ ജോൺ സൈമൺ അണ്ണാക്കിൽ പൊട്ടിച്ച ഭഗത് സിംഗിന്റെ രാജ്യം. ആ വെർബൽ ഡയറി, ആ നാവിട്ടുവായിട്ട് അവിടെ മതി, ഞങ്ങളുടെ നെഞ്ചത്തോട്ട് വേണ്ട.